പുതിയൊരു കമന്റ് വന്നിട്ടുണ്ട്, നമുക്ക് വായിക്കാം. അറിയോ, കഴിഞ്ഞ പരീക്ഷക്ക് എല്ലാത്തിനും A+ കിട്ടാൻ വേണ്ടി 1100 റുപ്യ നൽകിയ കുട്ടി തോറ്റുപോയി. അതിപ്പോ 1100 റുപ്യക്ക് ഇപ്പോ ജയിക്കാറിനാലേ എന്താ പറയാ, ഒരു ട്യൂഷന് പോയാൽ പോലും ഒരു 10,000 റുപ്യ കൊടുക്കണ്ടേ. ഇപ്പൊ പൈസ ഒരു പ്രശ്നം തന്നെയാണ്. ഇപ്പൊ പൈസ നമ്മൾ കൂട്ടണം. പ്രത്യേകിച്ച് തീരെ പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ അത് പഠിക്കാത്തതിനനുസരിച്ച് ഇപ്പൊ നിങ്ങൾ 1 ലക്ഷം റുപ്യക്കാണെന്ന് വിചാരിച്ചോളി, എന്തായാലും ജയിക്കും, എല്ലാത്തിനും A+ ഉണ്ടാവും. ഒരു 50,000 റുപ്യ ആയാല് ഒരു 6 A+ ഒക്കെ കരുതുക. അപ്പൊ തീരെ പഠിക്കാത്ത കുട്ടിയെക്കാട്ടത്. പിന്നെ ഈ 1100 റുപ്യ ഒക്കെ പറയുമ്പോ ഒരു A+ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തള്ളാൻ അത് പറ്റും, അല്ലാത്തതിനൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. മാത്രല്ല നമ്മൾ ഇതിലൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. എന്താണെന്നറിയോ, നിങ്ങൾ എഴുതി തരുന്ന പേര് ചിലപ്പോ ഇങ്ങനെ സൈനബ എന്ന് എഴുതി തരും, സൈനബ, അല്ലെങ്കിൽ ഫാസിലാണോ ഫാവുൽ, അങ്ങനെ കൃത്യമായ പേരെഴുതണം. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും, പക്ഷെ മനസ്സിലാകേണ്ടവർക്ക് അത് മനസ്സിലാവൂല. അങ്ങനെയും തോറ്റുപോകാൻ സാധ്യതയുണ്ട്.